വളരെ ഗൗരവമായിട്ടുള്ള ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അതെനിക്കറിയാവുന്നിടത്തോളം എന്നേക്കാൾ കൂടുതൽ അതിൽ ആർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അതെനിക്കറിയാവുന്നിടത്തോളം ഞാനത് വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ സാധിക്കില്ല. അത് കോടതിയിൽ ഇപ്പോൾ കോടതിയിലുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് നമുക്ക് ദയവായിട്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ നിന്ന് അതിനുശേഷം താങ്കളുടെ ഒരു സുരക്ഷിത ഇടത്തേക്ക്, താങ്കൾ സുരക്ഷിതമെന്ന് കരുതിയ ഇടത്താണ് ഇത് സംഭവിക്കുന്നത്, പക്ഷേ അവിടെ നിന്ന് താങ്കൾ പിന്നീട് ഒരു സുരക്ഷിത ഇടത്തിലേക്ക് എത്തിപ്പെട്ട ആ സമയം താങ്കൾ കടന്നുപോയത് ഏത് അവസ്ഥയിലൂടെയാണ്? എനിക്ക് ആരെങ്കിലും എനിക്കപ്പോൾ വിളിച്ചു പറയാനുണ്ടായിരുന്നെങ്കിൽ, അത് ആക്ച്വലി കുറച്ച് ലേറ്റായ ഒരു സമയമായിരുന്നു, വൈകുന്നേരം. ആരെങ്കിലും ഈ പറയുന്ന ഔദ്യോഗിക സംവിധാനത്തിൽ, ഞാൻ തന്നെ എന്നെ കുറ്റപ്പെടുത്തിയ ഒരു കാര്യമാണത്. സാധാരണ നമ്മൾ പറയും IC ഹെഡ് ആരാണ്, അവർ ICയുടെ പ്രവർത്തനമുണ്ടോ എന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മളൊരു ജോലി ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ എന്നുള്ള രീതിയിൽ. ഞാൻ അതിനെ അത്ര ശ്രദ്ധയോടെ കണ്ടില്ല. കാരണം ഞാൻ ചലച്ചിത്ര അക്കാദമിയെ വളരെ കാലമായിട്ട് അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പലതരം കാര്യങ്ങൾക്കായിട്ട് ഞാൻ അവിടുത്തെ ഏറെ ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ സഹപ്രവർത്തകരായിട്ട് WCC എന്നുള്ള എൻ്റെ സഹപ്രവർത്തകരും പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ നമ്മളൊരു ജോലി ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇത് വളരെ കൃത്യമായി അറിയേണ്ട ആവശ്യമുണ്ട്. ആരൊക്കെ തന്നെ നമ്മുടെ പരിചയക്കാരായാലും നമ്മളിത് അറിയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ ഫീൽ ചെയ്തു അതിന് ശേഷം. അപ്പോൾ എനിക്ക് അന്നേരം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറഞ്ഞേനെ, എൻ്റെ കുറേ അധികം സ്ട്രെസ്സ് മാറിക്കിട്ടിയേനെ. പക്ഷേ പിറ്റേ ദിവസം ഞാൻ യാത്ര ചെയ്ത് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ മകളോടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് പറയുന്നത്. അപ്പോഴേക്കും ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ ദിവസം പോകാതെ ഇരിക്കുകയും, അതുപോലെ എന്താ പറയുക, എൻ്റെ മാനസികമായും ശാരീരികമായുള്ള ആരോഗ്യം തകരുകയും ഒക്കെ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് പോലും ഇത് മുന്നമേ കാണാനോ എൻ്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ ഉറപ്പാക്കാനോ സാധിച്ചില്ല എന്നുള്ളത് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു കുറ്റബോധമാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കതിലൊരു ഐറണി തോന്നുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടി വാദിക്കുന്നത് സർക്കാരാണ്, ഞാനല്ല ഈ കേസ് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം എനിക്കിപ്പോഴും പ്രോസിക്യൂട്ടർ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ മറ്റ് കേസുകളിലൊക്കെ ഇപ്പം നമുക്കറിയാവുന്ന ഇപ്പോഴത്തെ കേസുകളിലൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് പ്രത്യേകമായിട്ടുള്ള പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യം വന്നാൽ ആവശ്യപ്പെടാം. എനിക്ക് എൻ്റെ കേസ് മാത്രം നന്നായി നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 30 വർഷ കാലഘട്ടത്തിലെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ കേസ് മാത്രമായിട്ട് ഏതെങ്കിലും വൃത്തിയായി നടത്തപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് നമ്മൾ വളരെ കൃത്യമായ പബ്ലിക് അക്കൗണ്ടബിലിറ്റിയും എല്ലാ കേസുകളിലും സിസ്റ്റമിക്കായിട്ട് വേണ്ട ചേഞ്ചുകൾ വരുത്തുക എന്നുള്ളതുമാണ് നമ്മുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.